ഫിയർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈക്കിൻ്റെ ആക്സസറി അല്ല, പക്ഷെ നമ്മുടെ ആക്സസറി ഒറാസൻ്റെ ബൂട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. ഒരു 6 റൈഡ്സ് ഒക്കെ പോയിട്ടുണ്ടാവും. അത് ലോങ് റൈഡ് എന്ന് പറഞ്ഞാൽ 5 days കണ്ടിന്യൂസ് മൂന്നാർ പോയ റൈഡായിരുന്നു. മൂന്നാർ പോയത് ഓൾമോസ്റ്റ് 1700 kilometers സംതിങ് പോയിരുന്നു. ആ സമയത്ത് 5 days ഇതിൽ തന്നെ ഉപയോഗിച്ചു. ഈവൻ മീശപ്പുലിമല കയറിയതും ഈ ബൂട്ട് ഉപയോഗിച്ചിട്ട്. അന്ന് വേറെ ഷൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു ട്രക്കിംഗ് ഷൂ അല്ല. ഇതിൻ്റെ സോൾ അങ്ങനെ ബെൻഡ് ആവണേ കുറച്ച് നല്ല പ്രയാസം. അതുകൊണ്ട് നമുക്ക് നോർമൽ വാക്കിങ്ങിന് ജസ്റ്റ് ഓക്കെ. ബട്ട് ട്രക്കിങ്ങിനോ അതേപോലെ തന്നെ സൈറ്റ് സീയിങ്ങിനോ ഈ ബൂട്ട് കൊണ്ട് നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ഹാർഡാണ്. കയറ്റം കയറുന്ന സമയത്തൊക്കെ ഈ സോൾ ടൈറ്റായി നിൽക്കുമ്പോൾ നമുക്ക് വളഞ്ഞ് കയറണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പക്ഷേ നമ്മൾ സാധാരണ ഡെക്കാത്ലോണിൻ്റെ ഷൂ അല്ലെങ്കിൽ മാരുതി ഷൂ പോലെ അല്ലത്. അത് ഹെവിയാണ് ഇതിൻ്റെ സോള് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വാക്കിംഗ് റൈഡിങ് മെയിനായിട്ട് അതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാക്കിങ്ങിനോ അല്ലെങ്കിൽ വേറെയുള്ളൊരു പർപ്പസിനോ അല്ല. റൈഡിങ് ഷൂ ആണ്, റൈഡിങ് ബൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. നിങ്ങളൊരു ട്രെക്കിംഗ് പ്ലസ് റൈഡ് കൂടെ ട്രെക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഷൂ കരുതുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഇട്ടിട്ട് ട്രെക്കിങ് പോയി കഴിഞ്ഞാൽ കാലിന് അത്യാവശ്യം വേദന ഉണ്ടാകും. പിന്നെ ഇത് ചില സ്ഥലത്ത് എന്താ പറയുക, ഇതിന് സോളൊക്കെ നല്ല സ്ട്രോങ് ആണെങ്കിലും ചരലൊക്കെ വരുന്ന സമയത്ത് സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് ട്രെക്കിങ്ങിൻ്റെ എന്താ പറയുക റിലേറ്റഡ് അതിനുള്ള ഷൂകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ഷൂ ആണ്. ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 5000 സംതിങ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്താണ്. കാരണം വാട്ടർ പ്രൂഫൊക്കെയാണ്. നമ്മൾ ഒരുവിധം ചെറിയ ലൈനും കാര്യങ്ങളിലൊന്നും വെള്ളം കയറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ഹെവി റെയിനായിരുന്നു. അതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയല്ല കയറിയത്. നമ്മൾ കാലിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്ന് ഇതിലൂടെ കയറിയിരുന്നു. പക്ഷേ എന്നാലും ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് ഏകദേശം ഇതിൽ അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത്, കാലിൻ്റെ അകത്ത്. എന്നിട്ടും ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഒരു ഡാമേജ് ഇതുവരെ വന്നിട്ടില്ല. വെയിലത്ത് വെച്ച് പേപ്പർ വെച്ചിട്ട് ഉണക്കിയതാണ്. അതേപോലെ തന്നെ ഇത് സിബ് കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സിബ് തന്നെ. വൈകേക്കാൻ്റെ സിബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെൽക്രോ ആണെങ്കിലും നല്ലതാണ്. അത്യാവശ്യം എന്താ പറയുക, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ടാണ്. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ്. ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകം സ്ഥലത്ത് റൈഡ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി യൂസ് ചെയ്യേണ്ടത്. ട്രക്കിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വാക്കിങ്ങിനൊന്നും ഇത് പ്രിഫറബിൾ അല്ല. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാതെ ഒരു എക്സ്ട്രാ ഷൂ വരുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ ചെരുപ്പ് കരുതിയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ ഷൂ വരുന്നതാണ് ട്രക്കിങ്ങിന് എപ്പോഴും നല്ലത്. കാരണം ഞാനത് ഷൂ കരുതാത്തത് കൊണ്ട് മീശപ്പുലിമല പോയിട്ട് ഓൾമോസ്റ്റ് 4 hours ഉണ്ടായിരുന്നു കയറാനുള്ള ടൈം. അത് മൊത്തം ഇത് ഉപയോഗിച്ച് ഇറങ്ങേണ്ടി വന്നു. എന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും മറ്റേ ഷൂ ഉണ്ടെങ്കിൽ എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഈ ഷൂ ഞാനത് വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 റൈഡ് പോയി. അത്യാവശ്യം 2 to 5 days കണ്ടിന്യൂസ് യൂസ് ചെയ്തു. അപ്പം അത് വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷൂ ആണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും പറ്റിയില്ല. ഒറാസോൻ്റെ ഷൂവിൽ ഒരുപാട് പേര് ഡാമേജൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് പോയി, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സോള് കുറേ കാലം കഴിയുമ്പോൾ ഇളകിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു 3 months ഒക്കെ അത് യൂസ് ചെയ്യാതെ വെക്കും. അത് കഴിഞ്ഞൊരു 1 റൈഡ് പോകും, ഒരു ലോങ് റൈഡ് പോകും. ആ സമയത്ത് അത്യാവശ്യം യൂസ് ചെയ്യും. അത് കഴിഞ്ഞൊരു 2 to 3 months ഇത് ഹൈഡിലായിരിക്കും. അങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ തന്നെ ഇത് ഇതേപോലെ തന്നെ സോള് ഒരു പ്രോബ്ലം ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ചിലർ പറയുന്നത് അത് യൂസ് ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ സോള് എന്താ പറയുക ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാനത് മേടിക്കുമ്പോൾ അത് ചോദിച്ചിട്ടാണ് മേടിച്ചത്. ആ ഒരു ഇഷ്യൂ ഇതിന് മുമ്പത്തെ വന്ന സാധനത്തിന് എല്ലാത്തിനും സൊറാസോയ്ക്ക് വന്നിരുന്നു. അതിനുശേഷം ഇവരത് ആ ഇഷ്യൂ മനസ്സിലാക്കുകയും അതിനുള്ള എന്താ പറയുക രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് സോളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പുതിയ മേടിച്ചിട്ട് ഇപ്പോൾ 1 year ആയിട്ടും എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലംസും ഉണ്ടായില്ല. എല്ലാ സൈഡിലും അത്യാവശ്യം പോകുമ്പം കല്ലും കാര്യങ്ങളൊക്കെ അടിക്കാറുമുണ്ട്. എന്നിട്ടൊന്നും ഒരു സൈഡിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടിട്ട് സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, താങ്ക് യു.